തെരുവ് നായ്ക്കളെ റബ്ബർ തോട്ടത്തിന് സമീപം കൃഷി ഫാമിനായി വാടകയ്ക്ക് കൊടുത്ത സ്ഥലത്ത് എത്തിച്ച് വളർത്താനുള്ള സ്ഥലം ഉടമയുടെ ശ്രമം തർക്കത്തിലായി. തെരുവ് നായ്ക്കളെ വളർത്താനുള്ള ശ്രമം തടഞ്ഞു നാട്ടുകാർ. അത് നിങ്ങൾ വന്ന് വണ്ടി ഇങ്ങോട്ട് വിടാൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു പോലീസുകാരും അങ്ങോട്ട് വരട്ടെ, അവിടെ അല്ലേ വണ്ടി തടഞ്ഞിട്ടേക്കെന്ന് പറഞ്ഞത്. അറിയാം ഇതിപ്പോൾ ഇതിൻ്റെ എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിരന്തരം ഇന്ന് രാത്രി ഉമ്മാരെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് പിന്നും കൊണ്ടുവന്ന് തട്ടത്തില്ലെന്നുണ്ടോ? പിന്നെ ഇത് ഇന്നിപ്പോൾ എറണാകുളം വരെ ഉമ്മാർ കൊണ്ടുപോകത്തില്ല, എവിടെയെങ്കിലും കൊണ്ട് തട്ടും. ഇത് ഈ ഷാപ്പൊക്കിലെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരുന്നു ഇപ്പോൾ ഈ വണ്ടി കാണുമായിരുന്നു. രാവിലെ ആയിരുന്നാലും ഈ പിള്ളേരെല്ലാം കൂടെ അടിച്ച് പൊട്ടിക്കാൻ. അതാ പറഞ്ഞത് പട്ടി അടിച്ചു. ഇന്നലെ അന്ന് കുറ്റിക്കോണത്ത് മൊത്തം പട്ടി ഇറങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് വേളമായിരുന്നു പട്ടിയെ പിടിക്കാൻ. ഇത് നാട്ടുകാർ പിന്നെ പറയുന്നത് പഞ്ചായത്തിൽ പോകണം, പഞ്ചായത്ത് മെമ്പർ ഓരോ പട്ടിയുടെ ഇതുപോലെയുള്ള വിനകൾ കാണിച്ചിട്ട് ഉടനെ മെമ്പറെ വിളിക്കുക. പട്ടി വരച്ചു കഴിഞ്ഞാൽ ഉടനെ മെമ്പറെ വിളിക്കുക. ഇതുപോലെയുള്ള രോഗങ്ങളല്ലേ ചെയ്യുന്നത്. വിളക്കുടി മേലില ഗ്രാമപഞ്ചായത്ത് അതിർത്തി പ്രദേശമായ കിണത്തിങ്കര ഭാഗത്താണ് സംഭവം. തൃപ്പുണിത്തറ ഭാഗത്തു നിന്നും ലോറിയിൽ കയറ്റിക്കൊണ്ടുവന്ന് ജനവാസ മേഖലയിൽ ഉപേക്ഷിക്കാനായിരുന്നു ശ്രമം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നാട്ടുകാർ ഒത്തുകൂടിയത് എറണാകുളം തൃപ്പൂണിത്തറയിൽ നിന്ന് നിറയെ തെരുവ് നായ്ക്കളുമായാണ് ഈ വാഹനം ഇവിടെ എത്തിയത്. ഇവിടെ അടുത്തു നിന്നുള്ള ഒരു പിക്കപ്പിലേക്ക് ഇതിനെ മാറ്റി ഈ താഴെ വീട്ടിലേക്ക് മാറ്റുന്നു എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാരിവിടെ എത്തിച്ചേർന്നത്. ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഏകദേശം 50ഓളം നായ്ക്കളാണ് ഈ വണ്ടിയിലുണ്ടായിരുന്നത്. ഒരു 30 നായ്ക്കളെ താഴെ ആ വീട്ടിൽ എത്തിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നാട്ടുകാർ എത്തിച്ചേർന്നപ്പോൾ ആ പിക്കപ്പ് ഇവിടുന്ന് കടന്നു പോവുകയാണ് ഉണ്ടായത്. ഈ വാഹനം ഇവിടെ തടഞ്ഞിട്ട് നാട്ടുകാർ പോലീസിനെ വിളിക്കുകയും പോലീസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ ഈ വാഹനത്തിൻ്റെ ഡോക്യുമെൻ്റ് പരിശോധിക്കാനോ ഇത് ഏത് അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയതെന്ന് പരിശോധിക്കാനോ ഇതുവരെ ആരും മുതിർന്നിട്ടില്ല. ഈ പ്രദേശത്ത് നിന്ന് 1 കിലോമീറ്റർ അപ്പുറമാണ് കഴിഞ്ഞ 1 മാസത്തിന് മുൻപ് ഒരു പെൺകുട്ടി തെരുവുനായ കടിയേറ്റ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മറ്റൊരു വ്യക്തി ഫാം നടത്തിപ്പിന് കാവലിനായി തെരുവ് നായയെ കൊണ്ടുവന്നതാണെന്ന് നായയെയും കൊണ്ടുവന്ന ലോറിയിലെ തൊഴിലാളികൾ പറഞ്ഞു. നാട്ടുകാർ വിവരമറിഞ്ഞു കൂടിയതോടെ കുന്നിക്കോട് പോലീസും മേലില പഞ്ചായത്ത് അധികാരികളും സ്ഥലത്തെത്തി. ആ പ്രദേശത്ത് വളരെ ബാക്ക്വേർഡായിട്ടുള്ള ഒരു പ്രദേശം, സാധാരണക്കാർ, കൂലിവേലക്കാർ, കർഷകർ, കശുവണ്ടി തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ഇത്തരം ഒരു പ്രദേശത്ത് ഇത്തരത്തിലേക്കൊരു സമീപനം നമുക്ക് ഒട്ടുമേ ആശ്വാസമാവില്ല. ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് വിളക്കുടിയിൽ ഒരു കുഞ്ഞ് പേപ്പട്ടി കടിച്ച് മരിക്കാനിടയുണ്ടായ സാഹചര്യം. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് തേക്കുമോൾ ഒരു കുട്ടിയെ പേപ്പട്ടി അടിക്കുകയുണ്ടായി. അപ്പോൾ വ്യാപകമായി നമ്മുടെ നാട്ടിൽ പട്ടിശല്യമുള്ള ഒരു സ്ഥിതിക്ക് ഇത്തരം ഒരു സമീപനം എടുക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ കഴിയത്തില്ല. നിയമപരമായി എന്ത് നടപടി ആർക്കും ചെയ്യാം, പക്ഷേ നിയമത്തിനപ്പുറത്തേക്ക് നിയമം പാലിക്കാതെ ഇത്തരം സമീപനങ്ങൾ എടുക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല. അനുമതിയില്ലാതെ കൊണ്ടുവന്ന് തോട്ടത്തിലിറക്കിയ തെരുവ് നായ്ക്കളെ തിരികെ ലോറിയിൽ കയറ്റി തിരികെ അയച്ചതോടെ പ്രശ്നം പരിഹരിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്.